വിക്രമാദിത്യ കഥകളിലെ 24-ാമത്തെ കഥ കവർച്ചക്കാരനും കന്യകയും. 1-ാം ഭാഗം. അനന്തരം വേതാളം വേറൊരു കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ, പണ്ട് ഗൂർജരദേശത്ത് ഏറ്റവും നീതിനിഷ്ഠയോടുകൂടി രാജ്യഭരണം നടത്തി വന്ന രാജശേഖരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അതേ ദേശത്ത് തന്നെ ധനപാലൻ എന്നൊരു വ്യാപാരി ശ്രേഷ്ഠൻ തൻ്റെ പുത്രിയായ ശോഭാകുമാരിയോടൊന്നിച്ച് പാർത്തിരുന്നു. അനവധി വഴിപാടുകളും ദാനധർമാദി സത്കർമ്മങ്ങളും നടത്തിയതിൻ്റെ ഫലമായി ജനിച്ച സ്വപുത്രിയെ വ്യാപാരി അതീവ വാത്സല്യത്തോടുകൂടി വളർത്തി വന്നു. അചിരേണ ശോഭാകുമാരി യൗവനം പ്രാപിച്ചപ്പോൾ അവളുടെ അനിതര സാധാരണമായ ലാവണ്യവിലാസം സകലരുടെയും സവിശേഷ ശ്രദ്ധ ആകർഷിച്ചു. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പല യുവാക്കന്മാരും നേരിട്ടും അച്ഛനമ്മമാർ മുഖാന്തരവും ആലോചനകൾ വന്നെങ്കിലും അവരിൽ ആരെയും അവൾക്ക് സ്വീകാര്യമായി തോന്നിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ആ രാജ്യത്ത് കവർച്ചക്കാരുടെയും ഭീകര കൊള്ളക്കാരുടെയും ശല്യം പ്രതിദിനം വർദ്ധിച്ചു വന്നു. ശല്യം സഹിക്കാതായപ്പോൾ ജനങ്ങൾ ഒന്നുചേർന്ന് രാജസന്നിധിയിലെത്തി സങ്കടമുണർത്തിച്ചു. അല്ലയോ മഹാപ്രഭു, കവർച്ചക്കാരെ കൊണ്ടുള്ള ശല്യം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യജീവനും മാനധനാദികൾക്കും യാതൊരു സുരക്ഷിതത്വവുമില്ല. ഇക്കണക്കിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രാണസംരക്ഷണാർത്ഥം നാടുവിടേണ്ടി വരുമോ എന്നുപോലും ഞങ്ങൾ സംശയിക്കുകയാണ്. പ്രജാരക്ഷകനായ പൊന്നു തിരുമേനി തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമാറാകണം. രാജാവ് അവരുടെ നിവേദനം ശ്രദ്ധിച്ചു കേട്ടു. നീതിനിഷ്ഠനും കർത്തവ്യനിരതനുമായ അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ അവരുടെ സങ്കട നിവേദനം വലിയൊരാഘാതമുളവാക്കി. അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് സുരക്ഷിതത്വ ബോധം അരുളുവാനും ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞതെല്ലാം നിങ്ങൾ പൊറുക്കുക. ഇനിമേൽ നിങ്ങൾക്ക് ചോരഭയമേ വേണ്ട. കർശന നടപടികൾ എടുത്തും കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ നൽകിയും നാം ഇതിന് തക്ക പരിഹാരമുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ സമാധാനത്തോടുകൂടി മടങ്ങിപ്പോവുക. ഇപ്രകാരം ഉറപ്പുകൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് അയച്ച ശേഷം അദ്ദേഹം കവർച്ചക്കാരെ അമർച്ച വരുത്തുവാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ബലിഷ്ഠകായന്മാരും ആയുധപാണികളുമായ ഭടജനങ്ങളെ പ്രത്യേകം നിയോഗിച്ചയച്ചു. കവർച്ചക്കാരെ എവിടെ കണ്ടാലും വിചാരണ കൂടാതെ വധിച്ചു കൊള്ളുവാൻ അദ്ദേഹം അവർക്ക് അനുമതി കൊടുത്തു. അതനുസരിച്ച് ഭടന്മാർ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലും പാഞ്ഞു. രാജാവിൻ്റെ ആജ്ഞ കേട്ട് സംഭ്രാന്തരായി തീർന്ന സാമാന്യ ജനങ്ങൾ പോലും സന്ധ്യ കഴിഞ്ഞ് വീട് വിട്ട് പുറത്തിറങ്ങാതെയായി. പക്ഷേ അതുകൊണ്ടും ചോരശല്യത്തിന് യാതൊരു കുറവുമുണ്ടായില്ല. ജനങ്ങൾ വർദ്ധമാനമായ ഭീതിയോടുകൂടി വീണ്ടും രാജസന്നിധിയിലെത്തി നിവേദനം ആവർത്തിച്ചു. അല്ലയോ മഹാപ്രഭു, അങ്ങ് നഗരസംരക്ഷണത്തിനായി അയച്ചിട്ടുള്ള ഭടജനങ്ങൾ ആയുധപാണികളായി രാപ്പകൽ ചുറ്റി നടക്കുന്നുണ്ട്. പക്ഷേ കവർച്ചക്കാരുടെ ശല്യം വർദ്ധിച്ചിട്ടേയുള്ളൂ. ഘോരമായ പെരുവഴി കവർച്ചകളും കൊലപാതകങ്ങളുമെല്ലാം ദൈനംദിന സംഭവങ്ങളായി തീർന്നിരിക്കുന്നു. രാജാവ് അവരെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ സമാധാനമായി പോവുക. ഇന്നു മുതൽ നാം തന്നെ പ്രച്ഛന്ന വേഷം ധരിച്ച് രാത്രികാലങ്ങളിൽ രാജ്യത്തെ സകല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. ജീവൻ ബലി കഴിച്ചും നാം ചോരശല്യം അമർച്ച വരുത്തുമെന്ന് ഇതാ ശപഥം ചെയ്യുന്നു. അതനുസരിച്ച് അന്ന് തന്നെ അദ്ദേഹം ആയുധപാണികളായ അനവധി ഭടന്മാരെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയച്ചു. ഘോര കാന്താരങ്ങൾ പോലും രാപ്പകൽ ഭേദമെന്നെ രാജകിങ്കരന്മാരുടെ ഭേരീ നിനാദങ്ങൾ കൊണ്ട് മുഖരിതമായി. അനന്തരം രാജാവ് തന്നെ വാളും കവചവും ധരിച്ച് അശ്വാരൂഢനായി പുറപ്പെട്ടു. നേരം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. രാജാവ് നഗരത്തിൻ്റെ ഒരു വശത്തുകൂടി കുതിരയെ പായിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ വഴിയിൽ ഒരു ഭീകര സത്വം നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അവൻ്റെ ബീഭത്സ രൂപം അദ്ദേഹം അല്പാൽപ്പം വ്യക്തമായി കണ്ടു. മുട്ടുവരെ എത്തുന്ന ജട പിടിച്ച ചെമ്പൻ തലമുടി പിൻഭാഗത്തേക്ക് അഴിച്ചിട്ടിരിക്കുന്നു. കയ്യിൽ ഒരു വാൾ ഊരിപ്പിടിച്ചിരിക്കുന്നു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും വിപതിധൈര്യത്തോടുകൂടി രാജാവ് സർവശക്തിയും ഉപയോഗിച്ച് കുതിരയെ ആ സത്വത്തിൻ്റെ നേർക്ക് പായിച്ചെടുത്തു. അനന്തരം അദ്ദേഹം ഗംഭീര സ്വരത്തിൽ ചോദിച്ചു, നീ ആര്? ഈ അർദ്ധരാത്രി വേളകളിൽ നിനക്കിവിടെ എന്തു കാര്യം? ജീവൻ വേണമെന്നുണ്ടെങ്കിൽ സത്യം നമ്മെ അറിയിച്ചുകൊള്ളുക.
അദ്ദേഹത്തിൻ്റെ നിർഭീതമായ അലർച്ചയും രാജസഗാംഭീര്യവും കണ്ട് സത്വം ഞെട്ടി അമ്പരന്നുപോയി. അവൻ ഒരു സൂത്രം പ്രയോഗിച്ചു നോക്കാൻ നിശ്ചയിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ അങ്ങയുടെ കുലദൈവമായ ഭദ്രകാളിയുടെ കിങ്കരനാണ്. ദേവിയുടെ ആജ്ഞ അനുസരിച്ച് നഗരപരിശോധനയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഇവിടത്തെ രാജാവായിരിക്കുമല്ലോ. പൊളിയെ പൊളി കൊണ്ട് തന്നെ വേണമെന്ന് നിശ്ചയിച്ച് രാജാവ് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു. രാജാവും ഞാനുമായി ഒരു ബന്ധവുമില്ല. ഞാനൊരു പെരുവഴി കവർച്ചക്കാരൻ. സത്വം പ്രതിവചിച്ചു. എന്നാൽ ഇനി ഞാനും എൻ്റെ പരമാർത്ഥം പറഞ്ഞേക്കാം. ഞാനും ഒരു പെരുവഴി കവർച്ചക്കാരൻ തന്നെ. നമുക്ക് പങ്കുചേർന്ന് നമ്മുടെ തൊഴിൽ നടത്താം. എന്തു പറയുന്നു? രാജാവ് കവർച്ചത്തലവൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. കള്ളൻ്റെ താവളവും പ്രവർത്തന രീതികളും മനസ്സിലാക്കി അവനെ കുടുക്കിൽ അകപ്പെടുത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അവർ അങ്ങനെ നടന്ന് നഗരത്തിലെ തിരക്കേറിയ ഒരു ഭാഗത്ത് കടന്നു. പകൽ സമയം ഏറ്റവും തിരക്കുള്ള ആ സ്ഥലങ്ങൾ കരാളമായ നിശാമധ്യത്തിൽ ഏറ്റവും ശൂന്യമായി കാണപ്പെട്ടു. രാജാവിനെ കാവൽ നിർത്തിയ ശേഷം കവർച്ചക്കാരൻ വീട് പൊളിച്ച് അകത്ത് കടക്കാൻ ശ്രമിക്കവേ അദ്ദേഹം ഉച്ചത്തിൽ ചൂളം വിളിച്ചു. നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് റോന്തു ചുറ്റിക്കൊണ്ടിരുന്ന രാജകിങ്കരന്മാർ ഏവരും ചൂളം പുറപ്പെട്ട ദിക്കിലെത്തിക്കൂടി. തൻ്റെ നില അപകടത്തിലാണെന്ന് രാജാവ് ചങ്ങാത്തം കൂടി തന്നെ ചതിക്കുകയായിരുന്നെന്നും അപ്പോഴാണ് കൊള്ളത്തലവന് മനസ്സിലായത്. അവനും ഒരു സംജ്ഞ കൊടുത്തു. ഉത്തരക്ഷണത്തിൽ അങ്ങുമിങ്ങും പതുങ്ങിയിരുന്ന അവൻ്റെ അനുചരന്മാരും പാഞ്ഞെത്തി. ഇരുകൂട്ടരും തമ്മിൽ ഉഗ്രവും ഭയങ്കരവുമായ സംഘട്ടന നടന്നു. എണ്ണത്തിൽ എത്രയോ കൂടുതലായിരുന്നു രാജകിങ്കരന്മാർ. കൊള്ളത്തലവൻ്റെ അനുചരന്മാരെ മുഴുവൻ ബന്ധനത്തിലാക്കി. കൊള്ളത്തലവൻ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സിംഹപരാക്രമങ്ങൾ തന്നെ നടത്തിയെങ്കിലും അതൊന്നും രാജകിങ്കരന്മാരോട് ഫലിച്ചില്ല. അല്പസമയത്തിനുള്ളിൽ അവർ അവനെ വരിഞ്ഞു കെട്ടി അനങ്ങാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാക്കി രാജാവിൻ്റെ അശ്വത്തിന്മേൽ തന്നെ കയറ്റി. ജയഭേരിയോടുകൂടി രാജാവും കിങ്കരന്മാരും ബന്ധനസ്ഥനായ കവർച്ചക്കാരെയും കൊണ്ട് രാജധാനിയിലേക്ക് പോയി. അവരെ ഒന്നടങ്കം തുറുങ്കലിലടയ്ക്കുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭാതമായി. രാജാവിൻ്റെ നേരിട്ടുള്ള ധീരപ്രവർത്തനത്തിൻ്റെ ഫലമായി കവർച്ചക്കാർ ഒന്നടങ്കം ബന്ധനസ്ഥരായിരിക്കുന്ന വാർത്ത രാജധാനിയിലെങ്ങും പരന്നു. രാജാവിൻ്റെ ധൈര്യത്തെയും രാജ്യഭരണ സാമർഥ്യത്തെയും നഗരവാസികൾ മുക്തകണ്ഠം പുകഴ്ത്തി. രാജാവാകട്ടെ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി ആസ്ഥാന മണ്ഡപത്തിൽ എഴുന്നള്ളിയിരുന്ന് കവർച്ചക്കാർക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്നുള്ളതിനെപ്പറ്റി വിചാരണ നടത്തി. ഒന്നടങ്കം തൂക്കിലിട്ട് കൊല്ലണമെന്ന് ചിലരും, അതല്ല നാട് കടത്തണമെന്ന് മറ്റു ചിലരും, ജീവപര്യന്തം തടവിൽ പാർപ്പിക്കണമെന്ന് മൂന്നാമതൊരു കൂട്ടരും അഭിപ്രായപ്പെട്ടു. ഒടുവിൽ ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് കൊള്ളത്തലവനെ തൂക്കിക്കൊല്ലുന്നതിനും മറ്റുള്ളവരെ ജീവപര്യന്തം തടവിൽ പാർപ്പിക്കുന്നതിനും വിധിയുണ്ടായി. മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമായിരിക്കട്ടെ എന്ന് കരുതി കൊള്ളത്തലവനെ ആപാദചൂടം കറുപ്പ് വസ്ത്രം ധരിപ്പിച്ച് ഒട്ടകപ്പുറത്ത് പുറകോട്ട് തിരിച്ചിരുത്തി കൊലക്കളത്തിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോയി കഴിവിലേറ്റി കൊല്ലാനായിരുന്നു രാജകീയ കൽപ്പന. ആ ഭയങ്കര കൊള്ളത്തലവനെ വധക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണുവാൻ രാജവീഥിയുടെ ഇരുഭാഗങ്ങളിലും ജനാവലി തടിച്ചുകൂടി. അങ്ങനെ വെടിപടഹധ്വനികൾ, ആർപ്പുവിളികൾ മുതലായവയുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര മുമ്പോട്ട് നീങ്ങുകയും ചെയ്തു. ഈ സമയം ധനപാലൻ്റെ പുത്രിയായ ശോഭാകുമാരി അവളുടെ മാളികയുടെ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു. രാജകിങ്കരന്മാർ കൊലനിലത്തിലേക്ക് ഒട്ടകപ്പുറത്ത് പുറകോട്ട് തിരിച്ചിരുത്തി ഘോഷയാത്രയായി കൊണ്ടുവരുന്ന കവർച്ച തലവനെ അവൾ ദൂരെ വെച്ച് തന്നെ കണ്ടു. ബീഭത്സമായ കൃഷ്ണവർണാവരണം ധരിച്ചിരുന്നിട്ടും ഏറ്റവും അപഹാസ്യമാംവിധം ഒട്ടകപ്പുറത്ത് പുറകോട്ട് തിരിച്ചിരുത്തിയിട്ടും അവൻ്റെ അലോകലാവണ്യവിലാസം നിതരാം പ്രശോഭിക്കുന്നുണ്ടായിരുന്നു. ആ രണ്ടാം മാരദേവൻ്റെ മുഖത്ത് അപ്പോഴും വിശ്വവശ്യമായ ഒരു മാദക പുഞ്ചിരി വെട്ടിത്തിളങ്ങിയിരുന്നു. ശോഭകുമാരി സ്ഥലകാലങ്ങൾ മറന്ന് അവനെ തന്നെ വീക്ഷിച്ച് നിശ്ചലയായി നിന്നു. അവൾ ക്ഷണത്തിൽ തൻ്റെ ദാസിയെ അരികിൽ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു: എന്താണ് സഖി ഈ കോലാഹലങ്ങൾ? കാമദേവോപമനായ ഒരു യുവകേസരിയെ ഏറ്റവും ബീഭത്സമായ വേഷഭൂഷകൾ അണിയിച്ച് ഒട്ടകപ്പുറത്ത് പുറംതിരിച്ചിരുത്തി ഘോഷയാത്രയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിൽ ആഹ്ലാദിച്ചെന്നവണ്ണം 8 ദിക്കും പൊട്ടുമാറുള്ള ശബ്ദത്തിൽ വെടിപടഹങ്ങൾ, അട്ടഹാസങ്ങൾ, ആഹ്ലാദത്തിമിർപ്പുകൾ,
ഇവരൊക്കെ മനുഷ്യരോ പിശാചുകളോ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ദാസി സകല സംഗതികളും വിസ്തരിച്ചു പറഞ്ഞു. അത് കേട്ട മാത്രയിൽ ശോഭാകുമാരി ഉൾക്കുടിലത്തോടുകൂടി വീട്ടിനുള്ളിലേക്ക് പാഞ്ഞ് നിസ്സങ്കോചം സ്വപിതാവിനോട് പറഞ്ഞു, അച്ഛാ, അയ്യോ, അതാ അവർ ആ സാധു മനുഷ്യനെ വധിക്കാനായി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞെത്തി അങ്ങയുടെ സ്വാധീനം പരമാവധി ഉപയോഗിച്ച് അദ്ദേഹത്തെ വിടുതൽ ചെയ്യിക്കണം. വേഗമാകട്ടെ അച്ഛാ. എൻ്റെ ഹൃദയത്തുടിപ്പ് അങ്ങ് കേൾക്കുന്നില്ലേ? വ്യാപാരി പരിഹാസസ്വരത്തിൽ പറഞ്ഞു. എന്ത് ഭ്രാന്താണ് മകളെ നീ പറയുന്നത്? ആ ഒട്ടകപ്പുറത്ത് കെട്ടിയിരുത്തി കൊണ്ടുപോകുന്നത് ആരാണെന്നാ നിന്റെ വിചാരം? ഭയങ്കര കൊള്ളക്കാരൻ, കൊലപാതകി, പിശാച്, രാക്ഷസൻ. അവൻ ഇത്രയും കാലം നിയമത്തിന് പിടികൊടുക്കാതെ കൊള്ളയും കൊലയും നടത്തി ജീവിക്കുകയായിരുന്നു. ഒടുവിൽ നമ്മുടെ പൊന്നു തിരുമേനി സ്വജീവൻ പോലും തൃണവൽഗണിച്ച് അവനെ ബന്ധനസ്ഥനാക്കി. തികച്ചും അർഹമായ ശിക്ഷയും രാജാവ് തന്നെ വിധിച്ചു. പൊതുജീവിതത്തിൻ്റെ കാലനായിരുന്ന അവനെ മോചിപ്പിക്കണമെന്ന് ഞാൻ രാജധാനിയിൽ നിവേദനം നടത്താൻ. നല്ല കാര്യമായി. നീ പോയി തുന്നൽ പണിയിലേർപ്പെട്ടോ പാട്ടുപാടിയോ ഉല്ലാസമായി സമയം കഴിക്ക്. അവൾ ഒരു തരത്തിലും വഴങ്ങുന്ന മട്ട് കണ്ടില്ല. പക്ഷേ നിരസിക്കപ്പെട്ടപ്പോൾ തൽസ്ഥാനത്തേക്ക് രോദനമായി. അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. അവളെ സമാധാനിപ്പിക്കാൻ പിതാവ് നടത്തിയ ശ്രമങ്ങളെല്ലാം അവളുടെ രോദനത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ പര്യാപ്തമായി ഭവിച്ചിട്ടുള്ളൂ. ഹൃദയം പൊട്ടുമാറി വിലപിച്ചുകൊണ്ട് അവൾ തുടർന്നു. അയ്യോ, അച്ഛൻ എൻ്റെ വേദന അറിയുന്നില്ലേ? ഹൃദയത്തുടിപ്പ് കേൾക്കുന്നില്ലേ? അങ്ങ് ഉടൻ പോവുക. നമ്മുടെ സർവ്വസ്വത്തുക്കളും രാജാവിന് പാത കാണിക്ക അർപ്പിക്കേണ്ടതായി വന്നാലും ശരി, അങ്ങ് അദ്ദേഹത്തെ മോചിപ്പിച്ച് തന്നെ തീരണം. അദ്ദേഹത്തെ എനിക്ക് ഭർത്താവായി ലഭിക്കണം. അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ തലതല്ലി ചത്തുകളയും. അത് നിശ്ചയം.